ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. എ. ലാഹോർ കോൺഗ്രസ് സമ്മേളനം. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ബി. നിസ്സഹകരണ സമരം. മൂന്നാമത്തെ ചോദ്യം, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്? സി. സുഭാഷ് ചന്ദ്രബോസ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാര്? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാര്? ഡി. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? എ. ബാലഗംഗാധര തിലക്. ആറാമത്തെ ചോദ്യം, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? ബി. 44 ഭരണഘടനാ ഭേദഗതി. ഏഴാമത്തെ ചോദ്യം, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? സി. ഹൈക്കോടതി. എട്ടാമത്തെ ചോദ്യം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ബി. ഡോക്ടർ BR അംബേദ്കർ. ഒമ്പതാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമേത്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമേത്? സി. ഇന്ത്യ. പത്താമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഡി. മൗലികാവകാശങ്ങൾ. 11ാമത്തെ ചോദ്യം, കൈസറെ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? കൈസറെ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? എ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 12ാമത്തെ ചോദ്യം, ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സി. ശ്രീനാരായണ ഗുരു. 13ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? സി. അയ്യപ്പൻ. 14ാമത്തെ ചോദ്യം, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? എ. തോമസ് ഹാർവേ ബാബർ. 15ാമത്തെ ചോദ്യം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബി. പുന്നപ്ര വയലാർ സമരം. 16ാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? നിതിൻ മധുകർ ജംദാർ ആണ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 17ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്?
സി. തൃശൂർ. 18ാമത്തെ ചോദ്യം. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഡി. വി.പി. മേനോൻ. 19ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? എ. പോണ്ടിച്ചേരി. 20ാമത്തെ ചോദ്യം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാര്? ഡി. കെ.എം. പണിക്കർ. 21ാമത്തെ ചോദ്യം. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമേത്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമേത്? എ. ജർമ്മനി. 22ാമത്തെ ചോദ്യം. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? സി. മംഗൾയാൻ. 23ാമത്തെ ചോദ്യം. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യമേത്? 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യമേത്? ബി. ബ്രസീൽ. 24ാമത്തെ ചോദ്യം. ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ബി. പ്രഗ്യാൻ. 25ാമത്തെ ചോദ്യം. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. 2. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. 3. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. സി. 1ഉം 3ഉം. 1. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. 3. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. 26ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. 2. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. 3. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ഡി. എല്ലാം ശരിയാണ്. 27ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 1. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ. 2. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം. 3. സുന്ദരവനപ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ബി. 2 മാത്രം. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം. അതാണ് തെറ്റായ പ്രസ്താവന. 28ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. 1. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. 2. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. 3. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. എ. 1ഉം 2ഉം. 1. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. 2. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. 29ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. 1. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. 2. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. 3. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ്. ഡി. എല്ലാം ശരിയാണ്. 30ാമത്തെ ചോദ്യം. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 1. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം
560 കിലോമീറ്റർ. 2. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. 3. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ബി 2 മാത്രം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. 31-ാമത്തെ ചോദ്യം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. 2. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. 3. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. എ 1 3. 1. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. 3. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. 32-ാമത്തെ ചോദ്യം. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. 1. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 2. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടിക്കായൽ. 3. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ബി 2 മാത്രം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടിക്കായൽ എന്നാണ് ശരിയല്ലാത്ത പ്രസ്താവന. 33-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. 2. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. 3. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. ബി 2 3. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. 34-ാമത്തെ ചോദ്യം. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. 1. നീണ്ടകര തിരുവനന്തപുരം. 2. അഴീക്കൽ കണ്ണൂർ. 3. പൊന്നാനി മലപ്പുറം. 4. കായംകുളം എറണാകുളം. എ 2 3. അഴീക്കൽ കണ്ണൂർ, പൊന്നാനി മലപ്പുറം. 35-ാമത്തെ ചോദ്യം. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ് ജലമാണ്. 2. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. 3. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഡി എല്ലാം ശരിയാണ്. 36-ാമത്തെ ചോദ്യം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. 1. കരിമ്പുഴ മലപ്പുറം. 2. ചിമ്മിനി പാലക്കാട്. 3. ചെന്തുരുണി കൊല്ലം. 4. ചൂലന്നൂർ തൃശ്ശൂർ. എ 1 3. 1. കരിമ്പുഴ മലപ്പുറം. 3. ചെന്തരുണി കൊല്ലം. 37-ാമത്തെ ചോദ്യം. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 1. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. 2. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. 3. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. സി 3 മാത്രം. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് തെറ്റായ പ്രസ്താവന. 38-ാമത്തെ ചോദ്യം. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. 1. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ. 2. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. 3.
ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. ഡി. എല്ലാം ശരിയാണ്. 39ാമത്തെ ചോദ്യം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി. 2. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട്. 3. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ആണ്. ഡി. 1 മാത്രം. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി എന്നതാണ് തെറ്റായ പ്രസ്താവന. 40ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 1. കേരള സ്പീക്കർ AN ഷംസീർ ആണ്. 2. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. 3. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സി. 2 മാത്രം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്നതാണ് തെറ്റായത്. 41ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. 42ാമത്തെ ചോദ്യം. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 2. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക്. 3. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മാങ്ങാട്ടിന് ലഭിച്ചു. ബി. 2 മാത്രം. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക് എന്നതാണ് തെറ്റായ പ്രസ്താവന. 43ാമത്തെ ചോദ്യം. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. 2023 ആഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. 2. ISRO ചെയർമാൻ മോഹൻകുമാർ. 3. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം. 4. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. എ. 1, 3, 4. 1. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. 3. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം. 4. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. 44ാമത്തെ ചോദ്യം. കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏത്? കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏത്? ബി. മോഹിനിയാട്ടം. 45ാമത്തെ ചോദ്യം. അമ്മ എന്ന നോവൽ എഴുതിയതാര്? അമ്മ എന്ന നോവൽ എഴുതിയതാര്? എ. മാക്സിം ഗോർക്കി. 46ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. 47ാമത്തെ ചോദ്യം. ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത്? ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത്? ഡി. ലോക്പാൽ. 48ാമത്തെ ചോദ്യം. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ബി. ധനഞ്ജയ Y ചന്ദ്രചൂഡ്. 49ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 50ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? സി. ഹോക്കി. 51ാമത്തെ ചോദ്യം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര്? ബി. ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. 52ാമത്തെ ചോദ്യം. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചതാർക്ക്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചതാർക്ക്? എ. ക്ലോഡിയ ഗോൾഡിൻ. 53ാമത്തെ ചോദ്യം. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം.
അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. സി. കാൽസ്യം ഫോസ്ഫേറ്റ്. 54-ാമത്തെ ചോദ്യം, ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? സി. വിജാഗിരി സന്ധി. 55-ാമത്തെ ചോദ്യം, സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. സി. ട്രക്കിയ. 56-ാമത്തെ ചോദ്യം, ജീവി ശാസ്ത്രനാമം. 1. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്. 2. നായ കാനിസ് ഡൊമസ്റ്റിക്കസ്. 3. കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്. 4. മയിൽ കോർവസ് ക്രിസ്റ്റാറ്റസ്. ശരിയായ ജോഡികൾ ഏതെല്ലാം? ശരിയായ ജോഡികൾ ഏതെല്ലാം? ബി. 1, 3. 1. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്. 3. കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്. 57-ാമത്തെ ചോദ്യം, ജീവികൾ ഹൃദയാറകൾ. എ. പാറ്റ. ബി. പല്ലി. സി. പക്ഷി. ഡി. മത്സ്യം. 1, 4, 2, 2, 3, 13, 4, 3. ശരിയായ ജോഡി കണ്ടുപിടിക്കുക. സി. എ 3, ബി 4, സി 1, ഡി 2. എ. പാറ്റ 13, ബി. പല്ലി 3, സി. പക്ഷി 4, ഡി. മത്സ്യം 2. 58-ാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? ഡി. 2023. 59-ാമത്തെ ചോദ്യം, സങ്കരയിനം തക്കാളി അല്ലാത്തത് ഏത്? സങ്കരയിനം തക്കാളി അല്ലാത്തത് ഏത്? ഡി. ഹരിത. മുക്തി, അക്ഷയ, അനഘ എന്നിവ സങ്കരയിനം തക്കാളികളാണ്. 60-ാമത്തെ ചോദ്യം, ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? സി. ന്യൂട്ടൺ. 61-ാമത്തെ ചോദ്യം, 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? എ. 4 ഡയോപ്റ്റർ. 62-ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. 63-ാമത്തെ ചോദ്യം, ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ട് ആകുന്നു? ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ട് ആകുന്നു? ഡി. 746 വാട്ട്. 64-ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാര്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാര്? എ. ഹെൻറി കാവൻഡിഷ്. 65-ാമത്തെ ചോദ്യം, നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ബി. എസ്. സോമനാഥ്. 66-ാമത്തെ ചോദ്യം, ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? ബി. പ്രഗ്യാൻ. 67-ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേര്? സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേര്? എ. അമൃതം ആരോഗ്യം. 68-ാമത്തെ ചോദ്യം, വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. 1. ചിക്കൻ പോക്സ് കോളറ. 2. കോളറ ചിക്കൻ ഗുനിയ. 3. ക്ഷയം ചിക്കൻ പോക്സ്. 4. മന്ത് ചിക്കൻ ഗുനിയ. ഡി. 3 മാത്രം ശരി. 3. ക്ഷയം ചിക്കൻ പോക്സ്. 69-ാമത്തെ ചോദ്യം, സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ബി. വിറ്റാമിൻ എ. 70-ാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന്? കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന്? എ. 2014 നവംബർ 9. 71-ാമത്തെ ചോദ്യം,
ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? സി. കണ്ണ്. 72ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? എ. 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28. 73ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തതേത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തതേത്? എ. എലിപ്പനി. ചിക്കൻ ഗുനിയ, എയ്ഡ്സ്, ഡെങ്കിപ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. 74ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തതേത്? താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തതേത്? ഡി. മലേറിയ, അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ്. 75ാമത്തെ ചോദ്യം. മാനസിക രോഗവിമുക്തമായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ബി. സ്നേഹക്കൂട്. 76ാമത്തെ ചോദ്യം. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? ഡി. സൗത്ത് ആഫ്രിക്ക. 77ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. സി. നെഫ്രൈറ്റിസ്. ആസ്മ, എംഫിസിമ, ബ്രോങ്കൈറ്റിസ് എന്നിവ ശ്വാസകോശ രോഗങ്ങളാണ്. 78ാമത്തെ ചോദ്യം. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? എ. മാതൃജ്യോതി. 79ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമേത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമേത്? എ. ത്വക്ക്. 80ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. 1. എലിപ്പനി ഫംഗസ്. 2. ക്ഷയം ബാക്ടീരിയ. 3. വട്ടച്ചൊറി പ്രോട്ടോസോവ. 4. നിപ്പ വൈറസ്. ഡി. 2ഉം 4ഉം ശരി. 2. ക്ഷയം ബാക്ടീരിയ. 4. നിപ്പ വൈറസ്.